ഹായ്, മേക്ക് ഓവർ സെക്ഷൻ്റെ ബാക്കി വീഡിയോ ആണ്, അതായത് അവസാന പോർഷനാണ് കേട്ടോ. ഇതിൽ ഞാൻ ഒരു 5 കാര്യങ്ങൾ കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. ഇതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മേക്ക് ഓവറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. മെയിനായിട്ട് 5 കാര്യങ്ങളാണ്. ഇത് മസ്റ്റായിട്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്ന ഉറപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. ഹെയറിൽ, നമ്മുടെ ബോഡിയിൽ, അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനുള്ള അങ്ങനെയുള്ള 5 ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടിപ്പുകളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ടിപ്പ് കേൾക്കുമ്പോൾ തോന്നും, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഉള്ളതാണോ, അങ്ങനെയൊക്കെ തോന്നും. ചിലർ കറക്റ്റായിട്ട് ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെയ്യുന്ന ആൾക്കാർ അവർ പറഞ്ഞു കേട്ടിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണിത്. നമുക്ക് സ്കിന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇത് ചെയ്തതിന് ശേഷം. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടില്ല. 5 കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ 1 ബൈ 1 പറയാം. അതിന് ശേഷം ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഷാമ്പു ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ഷാമ്പു ചെയ്യുന്നതിനൊപ്പം തന്നെ കണ്ടീഷണറും ചെയ്യണം. കണ്ടീഷണർ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഷോപ്പിൽ കണ്ടീഷണറും ഷാമ്പു ഒക്കെ ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ പലരും വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച് കണ്ടീഷണർ മേടിക്കുന്നുണ്ട്. ഇപ്പോഴും ഇത് ചെയ്യാത്തവരുമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയണത്. ഷാമ്പു കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും കണ്ടീഷണറും നിങ്ങൾ ഉൾപ്പെടുത്തുക. അതും ഷാമ്പുവിൻ്റെ ഒരു പ്രൊസീജിയറായിട്ട് തന്നെ കണ്ട് അതും ചെയ്യും. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നനവോട് കൂട്ടിയിട്ട് എന്തെങ്കിലും മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുക. സ്കിൻ എന്ന് പറഞ്ഞാൽ മൊത്തം ബോഡിയിൽ യൂസ് ചെയ്യുക. അത് സ്കിൻ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ഗുണങ്ങളും ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാദങ്ങൾ വിണ്ട് കയറുക. ഒരാളുടെ വൃത്തി എന്ന് പറയണത് അയാളുടെ കയ്യും കാലും കണ്ടു കഴിഞ്ഞാൽ അറിയാമെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ കാലുകൾ വൃത്തിയായിരുന്നാൽ തന്നെ നമ്മുടെ ഒരു ബോഡിയുടെ ഒരു 90% വൃത്തിയായി എന്നാണ് അർത്ഥം. അപ്പോൾ കാലുകൾ വിണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നനവോടുകൂടി തന്നെ ഉരച്ച് ഒരു സ്ക്രബ്ബർ മേടിക്കാൻ കിട്ടും, അത് വെച്ച് ഉരച്ച് ക്ലീനാക്കാം. അത് മൂന്നാമത്തെ കാര്യം. ഇനി നമ്മുടെ ബോഡിയിൽ അണ്ടർ ആംസ് അതുപോലെ സീക്രട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം നമ്മളതൊരു ഹൈജീനിക്കായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. വീക്കിലി വൺസോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ആയിട്ട് നമ്മൾ ആ ഹെയർ റിമൂവ് ചെയ്യണം. അപ്പോൾ എന്താ പറയുക, അതും കണക്റ്റഡായിട്ട് നമുക്ക് എന്താ പറയുക, അണ്ടർ ആംസിലൊക്കെ കുരു വരിക അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് റിമൂവ് ചെയ്യാൻ പറയണത്. ഇത് 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മസ്റ്റായിട്ടും ഒരു ബോഡി പെർഫ്യൂം യൂസ് ചെയ്യും. അത് കുളി കഴിഞ്ഞപ്പോൾ തന്നെ ബോഡിയിലേക്ക് യൂസ് ചെയ്യാം. ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മേക്ക് ഓവറിൻ്റെ സ്റ്റാർട്ടിങ് ഘട്ടത്തിലുള്ള മാറ്റം വരുത്താനുള്ള ഫസ്റ്റ് സ്റ്റേജാണ് ഈ 5 കാര്യങ്ങൾ. ഇത് മസ്റ്റായിട്ടും കണ്ടിന്യൂ ചെയ്താൽ തന്നെ നമ്മുടെ മേക്ക് ഓവർ സെക്ഷനിലെ 50% കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ അപ്പിയറൻസിൽ വരുത്തുന്ന ചേഞ്ചുകളാണ് മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 5 കാര്യങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാൽ തന്നെ നമുക്ക് പരമാവധി നമ്മുടെ സ്കിന്നിനെയും നമ്മുടെ ബോഡിയെയും നമ്മുടെ ഹെയറിനെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 5 കാര്യങ്ങൾ 1 ബൈ 1 ആയിട്ട് അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഷാമ്പു ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഇടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാമ്പു ചെയ്യുമ്പോൾ നമുക്ക് പലർക്കും അറിയില്ല, ചെളി പോവുക മാത്രമല്ല നമ്മുടെ തലയിൽ നടക്കുന്ന സംഭവങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാമ്പു ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിലും അതുപോലെ സ്റ്റാർട്ടിങ് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ സുഷിരങ്ങളുണ്ട്, അതായത് പോർസ് ഉണ്ട്, അത് ഓപ്പൺ ആവും. അത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് ഓപ്പൺ ആയി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പൊടി അതുപോലെ അഴുക്ക് വയർപ്പൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ഹെയർ അവിടുന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പലരും പറയണേക്കാം ഷാമ്പു കഴിഞ്ഞിട്ട് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഇങ്ങനെ ചകിരിനാര് പോലെ നിൽക്കണമെന്നൊക്കെ. അതിനുള്ളൊരു മാർഗ്ഗമാണ് ഈ കണ്ടീഷണർ എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ സോഫ്റ്റ് ആവാനും അതുപോലെ ഈ പറഞ്ഞ പോലെ പോർസ് ക്ലോസ് ആവാനും വേണ്ടിയിട്ടാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഷാമ്പു എപ്പോൾ ചെയ്യുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കണ്ടീഷണർ ചെയ്യണം. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാമ്പു ചെയ്ത് നല്ലോണം വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ചെറിയ നനവോട് കൂടി തന്നെയാണ് കണ്ടീഷണറും നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യേണ്ടത്. ഷാമ്പു ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. അവർ ഡയറക്റ്റ് ഷാമ്പു തലയിലേക്ക് ഒഴിക്കുക അല്ലെങ്കിൽ കയ്യിലൊഴിച്ച് ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഷാമ്പു ചെയ്യേണ്ടത് ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഷാമ്പു എടുത്തിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി പതപ്പിച്ചിട്ട് അതാണ് നമ്മൾ തലയിൽ തേക്കേണ്ടത്. ഒരിക്കലും ഡയറക്റ്റ് ഷാമ്പു നമ്മൾ തലയിൽ യൂസ് ചെയ്യരുത്. പക്ഷേ കണ്ടീഷണർ നമ്മൾ അങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടീഷണർ നമുക്ക് ഡയറക്റ്റ് തലയിൽ യൂസ് ചെയ്യാം. ഷാമ്പൂവിൻ്റെ കാര്യം കഴിഞ്ഞു.
ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു മോയ്സ്ചറൈസറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുളി കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ബോഡിയിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്ന ആൾക്കാർ ഡ്രൈ സ്കിൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോപ്പിൽ കെമിക്കലായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് സ്കിൻ ഡ്രൈ ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് വരാനും പാടുകൾ വരാനും ചൊറിച്ചിലുണ്ടാവാനും കുരുക്കൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഈർപ്പത്തോട് കൂടിയിട്ട് ഏതെങ്കിലും മോയ്സ്ചറൈസർ നമ്മുടെ ഫുൾ ബോഡിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് സെക്കൻഡ് കാര്യം. ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം നമ്മുടെ പാദങ്ങളുടെ വിണ്ടുകീറലാണ്. പാദത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് സോഫ്റ്റായ സ്മൂത്തായ എന്താ പറയുക നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പാദമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാദം കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം വൃത്തിയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ പാദം വിണ്ട് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വിണ്ട് കീറി തുടങ്ങിയിട്ടുള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ആ നനവോട് കൂടി തന്നെ ഒരു സ്ക്രബ്ബർ വെച്ച് ആ ഡെഡ് സ്കിൻ, അതായത് കുതിർന്ന സ്കിൻ ഉരച്ച് കളഞ്ഞാൽ പാദം വിണ്ട് കീറാനുള്ള സാധ്യത കുറയും. നല്ലവണ്ണം വിണ്ട് കീറിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി 2 നേരം ഉപ്പ് വെള്ളത്തിൽ കാല് കുതിർത്ത് വെച്ച് ഉരച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് പോകുന്നതാണ്. ഇത് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് അണ്ടർ ആംസ്, അതുപോലെ നമ്മുടെ സീക്രട്ട് പ്ലേസുകളിൽ കാണുന്ന ഹെയർ ഗ്രോത്താണ്. ഈ ഹെയർ ഗ്രോത്ത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേർപ്പ് സ്മെല്ലായിരിക്കും, ബാഡ് സ്മെല്ലായിരിക്കും. ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും തോറും കൂടി വരും. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഓർഡറായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വേർപ്പിൻ്റെ മണം കുറയുകയും ചെയ്യും. നമുക്ക് അവിടെ അണുക്കൾ ഉണ്ടാവുകയോ റാഷസോ ചൊറിച്ചിലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഹെയർ മാക്സിമം വീക്കിലിയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ റിമൂവ് ചെയ്ത് കളയണം. അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇടുന്ന ആൾക്കാരാണ്, വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ അണ്ടർ ആംസിൻ്റെ ഭാഗത്തൊക്കെ ഒരു യെല്ലോ സ്റ്റെയിൻ കാണാറുണ്ട്. ഇത് അവിടെ ഹെയർ ഉള്ളതുകൊണ്ടും ആ ഹെയറിൽ വേർപ്പ് പറ്റിപ്പിടിച്ചിരുന്നിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആ ഹെയർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. ആ ഹെയർ നമുക്ക് ഒരാവശ്യമില്ലാത്ത സംഭവമാണ്. അത് അവിടെ നിന്നിട്ട് നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് കളയാം. ഇനി 5ാമത്തെ കാര്യം, ലാസ്റ്റ് എല്ലാവരും ചെയ്യണതാണ്. നമ്മൾ കുളി കഴിഞ്ഞ് വന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്തെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, ഡ്രസ്സിൻ്റെ മേളിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കുറച്ച് നേരത്തേക്ക് ഒരു മണം ഉണ്ടായാൽ മതി. പിന്നെ നമ്മൾ വേർത്ത് കുറേയിലും യാതൊരു കുഴപ്പമില്ല. അടുത്ത് വരുന്ന ആൾക്ക് പൊട്ട മണ്ണടിച്ച് ബോറടിച്ചാലും കുഴപ്പമില്ല, നമുക്കത് മതി. പക്ഷെ അതല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ. നമ്മൾ കുളിച്ചിറങ്ങി നമ്മുടെ ബോഡിയിലാണ് നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യേണ്ടത്. ഡ്രസ്സിൽ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമുണ്ട്, അത് ഡ്രസ്സിൽ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ മസ്റ്റായിട്ടും ബോഡിയിൽ ഒരു പെർഫ്യൂം യൂസ് ചെയ്യണം. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുകയും ചെയ്യും. മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും. ഇപ്പം എൻ്റെയൊക്കെ ഫീൽഡിൽ കറക്റ്റായിട്ട് നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ലേഡീസുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ത്രെഡിങ്, ഫേഷ്യൽ, ഹെയർ കട്ടിനൊക്കെ ഭയങ്കര ക്ലോസ് ആയി നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അടുത്ത് ആൾക്കാർ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർക്കും മനസ്സിലാവും. ഈ വേർപ്പിൻ്റെ ദുർഗന്ധം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും വൃത്തിയില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ വേർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അപ്പം നമ്മളതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ മുഖേന അറിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സും അഭിമുഖീകരിക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു ബോഡി സ്പ്രേ കുളി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ചെറിയ നനവുള്ള സമയത്ത് തന്നെ ബോഡിയിലേക്കും ചെയ്യാവുന്നതാണ്. ഈ 5 കാര്യങ്ങളും മസ്റ്റായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്ക് ഓവറിൻ്റെ ഒരു പകുതി സെക്ഷൻ നിങ്ങൾ സക്സസ് ആയി എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു എന്ന് തന്നെ വിചാരിക്കുകയല്ല, വരുന്നുണ്ട്. സ്കിന്നിലും മാറ്റം വരും, ഹെയറിലും മാറ്റം വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അധിക പ്രസംഗിയാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ വലിയ ഇതിൽ പറയുകയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷേ ഇതൊന്നും ഇപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവരിത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ നിങ്ങളെന്തായാലും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവായിട്ട് ഒരു ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. എനിക്കറിയാവുന്ന കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. തരാ.